സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ മകനെ കുളിപ്പിച്ചിട്ട് ട്യൂഷന് പോകണം. അപ്പൊ കുളിപ്പിച്ചിട്ട് അവന് ഭക്ഷണം കൊടുത്തിട്ട് ട്യൂഷന് വിടാനുള്ളൊരു സംഗതിയാണ്. അപ്പൊ എന്നും കുളിപ്പിക്കാറുണ്ട്. അപ്പം ഇവന്റെ നിക്കർ ഊരാൻ പറഞ്ഞിട്ട് ഊരിയില്ല. അപ്പം ഞാന് ബലം പിടിച്ച് നിക്കർ ഊരിയപ്പം ഇവൻ ബഹളം വെച്ച് കരഞ്ഞ്, തൊടല്ലേ വാപ്പി കരഞ്ഞ്. അപ്പൊ ഞാൻ എന്ത് പറ്റി മക്കളെന്ന് ചോദിച്ച് ബഹളം വെച്ച്. ഞാൻ ഭയങ്കരമായിട്ട് പാനിക്കായി, കാരണം ചോര പൊടിഞ്ഞു വന്നിരിക്കുവായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഞാൻ അന്നേരം തന്നെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് ആ സമയത്ത് എന്റെ കയ്യിലുള്ള അധ്യാപക നമ്പർ ബന്ധപ്പെട്ടപ്പോൾ സ്കൂളിൽ നിന്ന് പോകുന്ന തിരക്കായിരിക്കും, അവർ ഫോൺ എടുത്തില്ല. ഞാൻ നേരെ കൊല്ലം ജില്ലാശുപത്രിയിൽ പോയി. അതിന് വേണ്ട അവന് പ്രാഥമിക ശുശ്രൂഷ കൊടുത്ത് മരുന്നൊക്കെ വെച്ചിട്ട് അവിടുന്ന് തന്നെ റിട്ടേൺ ആയിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങി നേരെ കിളിയല്ലൂർ സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം വീട്ടിൽ വന്നപ്പോഴാണ് ഇതിന്റെ ഒരു ഗൗരവം എനിക്ക് മനസ്സിലാവുന്നത്. കാര്യം അത് ബ്ലഡ് ഊസിങ് ഫ്രം ലെഫ്റ്റ് ബഡ് ചീക്ക് എന്ന് അത് എഴുതിയിരിക്കുന്നത്. 2 ചന്തിയിലും അടിച്ച് പൊട്ടിച്ചിരിക്കുക, മൾട്ടിപ്പിൾ ടൈംസാ, ഒരു പ്രാവശ്യമല്ല. ഇത് ഞാൻ കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ കുഞ്ഞ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെസ്കിന്റെ മുകളിൽ ഇവന്റെ കൈ 2 പിടിച്ച് ബലമായി വെച്ചിട്ട് വലത്തെ കൈ കൊണ്ട് അടിച്ചിരിക്കുക. അപ്പൊ കുഞ്ഞിന് കൈ കൊണ്ട് തടുക്കാൻ പറ്റിയില്ല. തടുത്തെങ്കിൽ കയ്യിലടി കൊള്ളും. ഈ ഒരൊറ്റ അടി പോലും വേറെ മിസ്സായിട്ടില്ല. കംപ്ലീറ്റ് അടിയും അവന്റെ ചന്തിയിലാണ് കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് പൊട്ടി ചോര വന്നത്.